إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ച് നമുക്ക് ആവശ്യമായ എല്ലാം നൽകി നമ്മെ പോറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കണിശമായി പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖത്തിൽ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയാണ്. സീറത്തുൻ നബവിയ്യ അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രം എന്ന വിഷയ പരമ്പരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടും ആ സന്ദർഭത്തിലുണ്ടായ ചില അത്ഭുതങ്ങളെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ നാം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇന്നും നമുക്ക് അതിനോടനുബന്ധമായ ചില കാര്യങ്ങൾ തന്നെയാണ് ഇൻഷാ അല്ലാഹ് ചരിത്ര പഠനം എന്ന നിലക്ക് ഈ ഖുത്ബയിലൂടെ പഠിക്കുവാനുള്ളത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ 40 വയസ്സിന് മുമ്പുള്ള 39 അല്ലെങ്കിൽ 40 വർഷത്തെ നുബുവത്തിന് മുമ്പുള്ള കാലഘട്ടവും പിന്നീട് മക്കയിലും മദീനയിലുമായി പ്രവാചകത്വ കാലഘട്ടമായി 23 വർഷക്കാലത്തെ ജീവിത ചരിത്രവും സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. പിന്നീട് മാതാവ് ആമിനയിൽ നിന്നും ത്വായിഫിൽ നിന്നും വന്ന ഹലീമ മുലയൂട്ടുവാൻ വേണ്ടി കൊണ്ടുപോവുകയും അങ്ങനെ അവിടെ മുലയൂട്ടി തിരിച്ചു കൊണ്ടുപോയി ഏൽപ്പിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുപോകാൻ അവസരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ കുട്ടികളുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും മറ്റൊരു മലക്കും കൂടെ മനുഷ്യവേഷത്തിൽ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബിയെ പിടിച്ചുകൊണ്ടുപോയി മലർത്തിക്കിടത്തി നെഞ്ചു പുലർത്തി സ്വർണ്ണത്തളികയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ എടുത്തു വെക്കുകയും സംസം വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അത് കഴുകുകയും ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഒരു കറുത്ത ഹബ്ബത്ത് സൗദ എന്ന കറുത്ത ഒരു വസ്തു എടുത്തു മാറ്റി അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹാദാ ഹദ്ദും മിന ശൈത്താനി മിൻക, അത് ഓരോരുത്തരുടെ ശരീരത്തിലുമുള്ള പിശാചിൻ്റെ ഒരു അംശമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നഫ്സിൽ നിന്ന് അതിനെ പൂർണ്ണമായും അല്ലാഹു തആല ശുദ്ധീകരിച്ചു. 2 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് കീറിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ബാല്യകാലഘട്ടത്തിലാണ്, മറ്റൊരു സമയം ഇസ്രാ മിഅ്റാജ് യാത്രയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഇതുപോലെ വീണ്ടും റസൂലുള്ളാഹിയുടെ ഹൃദയത്തെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കീറുകയും ആ ഹൃദയത്തെ പുറത്തെടുത്ത് സ്വർണ്ണത്തളികയിൽ വെച്ച് സംസം ഉപയോഗിച്ചുകൊണ്ട് കഴുകുകയും ചെയ്തു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്ന സംഭവമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയായ സന്ദർഭത്തിൽ ഈ ഒരു സംഭവം കൂട്ടുകാരെ കാണുകയും പേടിച്ചോടുകയും ഹലീമയോടും അബ്ബാസിനോടും അത് പോയി പറയുകയും ചെയ്തു. അവർ പേടിച്ച് തിരിച്ചു കൊണ്ടുപോയി ആക്കി. അങ്ങനെ ആമിന ചോദിച്ചു, എന്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുവന്നത്? അപ്പോൾ അവർ പല കാരണങ്ങളും പറഞ്ഞു. നമ്മുടെ രോഗമൊക്കെ മാറിയല്ലോ, ആ ഒരു പകർച്ചവ്യാധിയൊന്നും ഇപ്പോൾ മക്കത്തില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയപ്പോൾ വീണ്ടും വീണ്ടും ആമിനെ കുത്തി ചോദിച്ചപ്പോൾ അവസാനം അലീമക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആമിന പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ കുട്ടി മുഹമ്മദിനെ എന്തെങ്കിലും ശൈത്താൻ ബാധിച്ചിട്ട് അല്ലെങ്കിൽ എന്തോ ശൈത്താൻ കൂടിയിട്ടുണ്ടായതാണ്, എന്തെങ്കിലും അങ്ങനെ ഒരു ശൈത്താനികമായ ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങൾ എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അന്ന് അങ്ങനെയാണ്. ആ രൂപത്തിൽ അസ്വാഭാവികമായ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ആ രൂപത്തിൽ എന്നും നമ്മുടെ നാട്ടിൽ ചില അന്ധവിശ്വാസികളൊക്കെ അങ്ങനെ പറയാറുണ്ടല്ലോ, അതുപോലെ അന്നും അവിടെ പറയാറുണ്ട്. അപ്പോൾ അതാണെന്ന് വിചാരിച്ചപ്പോൾ ഹലീമയോട് പറഞ്ഞു, അങ്ങനെയല്ല, മറിച്ച് എൻ്റെ കുഞ്ഞ് ഭാവിയിൽ എന്തോ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ കുട്ടിയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് എനിക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ട്. കാരണം ഞാൻ ഗർഭിണിയായ സമയത്ത് തന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടിരുന്നു എന്ന് ആമിന ഹലീമയോട് പറഞ്ഞതായി ഇബ്നു ഹിശാം അവിടുത്തെ സീറയിൽ വ്യക്തമായി അത് കൊടുക്കുന്നുണ്ട്. ആ സ്വപ്നത്തെ സംബന്ധിച്ച് ആമിന പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇജാസ് മുഴുവനും അഥവാ മക്കയും മദീനയും അടങ്ങുന്ന ഇജാസ് മൊത്തമായും ഒരു വലിയ പ്രകാശം പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതായി ആമിന കണ്ടിട്ടുണ്ട്. ഇജാസ് ഒരു വലിയ പ്രകാശം പടർന്ന് പന്തലിച്ചതുപോലെ. എന്താണ് സംഭവം? ഈ കുട്ടി വലുതായി പ്രവാചകത്വം കിട്ടി ലോകത്തിന് ഇസ്ലാമാകുന്ന വെളിച്ചം എത്തിച്ചു കഴിഞ്ഞാൽ അത് കിസ്ര കൈസർ ചക്രവർത്തിമാർ വരെ കീഴടക്കുന്ന, ലോകത്തുടനീളം ഇസ്ലാമിൻ്റെ പ്രകാശം പരക്കുന്ന വലിയൊരു അടയാളമായിട്ടാണ് ആ സ്വപ്നം പിന്നീട് ചരിത്ര പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. ഞാനതിലേക്ക് പോകുന്നില്ല. ഏതാനും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നെഞ്ചു പുലർത്തിയ സംഭവത്തെ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തിനാണ് കുട്ടിയായ പ്രായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തെ പുലർത്തി ആ രൂപത്തിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ അല്ലാഹു തആല നടത്തിയത് എന്ന് ചോദിച്ചാൽ, ഭാവി ദൗത്യത്തിലേക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തയ്യാറാക്കുകയാണ്.
കാരണം ഹൃദയത്തെ ബലപ്പെടുത്തണം. കാരണം രണ്ട് രൂപത്തിലാണ് ഹൃദയം ബലപ്പെടേണ്ടത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ ഇറങ്ങാനുള്ള ഹൃദയമാണത്. ഒരു വിമാനം ഇറങ്ങാനുള്ള റൺവേ എന്ന് പറഞ്ഞ പോലെ അല്ലാഹു തആലയുടെ പരിശുദ്ധമായ കലാമ് ഇറങ്ങാനുള്ള റൺവേയാണ് പ്രവാചകന്റെ ഹൃദയം. അത് ഓരോ ഘട്ടത്തിലും ഇറങ്ങാനുണ്ട്. വ്യത്യസ്തമായ രൂപത്തിൽ വഹയുമായി അള്ളാഹുവിൻ്റെ കലാമുമായി ആര് വരും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് കടന്നു വരും. അതുകൊണ്ട് തന്നെ ആ ഖുർആനിൻ്റെ വചനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ 2 ചട്ടക്കുള്ള മുസാഫ് ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ ചെറിയ മക്കൾക്ക് വരെ പിടിക്കാം, വലിയ കനല്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള റബ്ബിൻ്റെ വചനം എന്ന ആ ഖുർആൻ എന്ന റബ്ബിൻ്റെ കലാമിൻ്റെ കനത്രയെന്ന് അറിയും. അത് നമുക്കറിയില്ല. അതറിയണമെങ്കിൽ ഖുർആൻ ഓതണം. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ നമുക്കറിയാം, അല്ലാഹു തആല പറയാണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഖുർആൻ എന്ന റബ്ബിന്റെ വചനത്തിന്റെ കാനാണ് പറയുന്നത്. എന്താണ്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു. ഈ കാണുന്ന വലിയ ഭീമാകാരമായ പർവ്വതത്തിന്റെ മുകളിലാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കുന്നതെങ്കിൽ, എന്താണല്ലോ പറഞ്ഞത്? ആ പർവ്വതത്തിന് മുകളിലാണ് ആ ഖുർആൻ ഇറങ്ങുന്നതെങ്കിൽ ഖാശിയത്തൻ, എന്താണ് പറഞ്ഞത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ ഖുർആനിന്റെ കലാമിന്റെ വെയിറ്റ് കൊണ്ട് ആ മല ഇടിഞ്ഞ് പൊടിഞ്ഞ് തകരുമായിരുന്നു. ഈ വചനം ഇറക്കിത്തന്ന റബ്ബിന്റെ സാന്നിധ്യം താങ്ങാൻ ഈ ഭൂമിക്കോ ഈ പ്രപഞ്ചത്തിനോ സാധ്യമല്ല. കരീമുല്ലാഹി മൂസ അലൈഹിസ്സലാം തൂരി സീനാ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആലയുമായി സംസാരിച്ച ഒരു ഘട്ടം ഖുർആൻ പറയുന്നുണ്ട്. ആ തൂരി സീനാ പർവ്വതത്തിൽ റബ്ബ് സംസാരിച്ച് അവിടെ നിന്ന് തൗറാത്ത് നൽകി, അവിടെ നിന്ന് വേദഗ്രന്ഥം വാങ്ങി തിരിച്ചു പോരുമ്പോൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ്, അല്ലാഹുവേ, നിന്നെ എനിക്കൊന്ന് കാണണം. ഞാൻ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ, നിനക്കൊന്ന് കാണണം. ആ സമയത്ത് അല്ലാഹു തആല മൂസയോട് പറഞ്ഞു, മൂസ, എന്നെ ഒരിക്കൽ നിനക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ മൂസ അലൈഹിസ്സലാം വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അല്ലാഹു തആല മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആ കാണുന്ന പർവ്വതത്തിലേക്ക് നീ നോക്കണം. ഞാനിവിടെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പർവ്വതം അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു എങ്കിൽ നിനക്ക് കാണാമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. റബ്ബിൻ്റെ നൂറിൽ നിന്ന്, പ്രകാശത്തിൽ നിന്ന് ഒരു ചെറിയ തരി പ്രകാശം മല മുകളിൽ ഒന്ന് പതിച്ചില്ല എന്ന് വന്നപ്പോഴേക്കും ആ പർവ്വതം പൊടിഞ്ഞു. മൂസ അലൈഹിസ്സലാം മൂസാനെ ബോധംകെതിരായി വീണുപോയി. ഇതാണ് റബ്ബിന്റെ കലിമത്തിൽ റബ്ബിന്റെ പവറെങ്കിൽ ആ റബ്ബ് ഇറക്കി തന്ന ഖുർആനിന്റെ പവർ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖുർആന പറയുന്നത് ഒരു മല മുകളിലാണ് അവതരിക്കുന്നെങ്കിൽ ആ മല പൊടിഞ്ഞ് തകർന്നു പോകുന്ന അത്ര വെയിറ്റ് ഖുർആനിന്റെ കലാമിനുണ്ട്. മുസാഹിഫ് പൊന്തിച്ചാൽ ആ കനം കിട്ടൂല. പക്ഷെ അതിനുള്ളിലുള്ള കലാമിന്റെ പവർ തിരിച്ചറിയാൻ നമുക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? ആ ഹൃദയങ്ങളെ, കരിങ്കല്ല് പോലെയുള്ള ഹൃദയങ്ങളെ മഞ്ഞ് പോലെ ഉരുക്കിക്കളഞ്ഞ മാസ്മരികമായ പവറുള്ള വചനമാണ് ഖുർആൻ. അതാണ് റസൂലുള്ളാഹിനെ തലയെടുക്കാൻ വേണ്ടി വാളൂരി പിടിച്ചു വന്ന ഖത്താബ് ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ താഹാ മാ അൻസൽനാ അലൈക്കൽ ഖുർആന തഷ്കാ എന്ന ആയത്ത് കേട്ട് ആ ഹൃദയം വിതുമ്പി അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ആ ഖുർആന്റെ വചനമാണ്. ഏത് മനുഷ്യനെയും മാറ്റുന്നത്. എത്ര കാലമായി നമ്മൾ ഖുർആൻ ഓതുന്നു. നമ്മൾ ഇന്നും അൽ കഹ്ഫ് ഓതി, എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നു. നമ്മൾ അൽ കഹ്ഫിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ? നമ്മൾ ഖുർആന്റെ അർത്ഥങ്ങൾ പഠിക്കുന്നുണ്ടോ? ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ? ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കി കൊടുത്ത ഖുർആൻ അത് കനപ്പെട്ട വചനമായതുകൊണ്ട് തന്നെ റസൂലിന്റെ ഹൃദയം അത് ശുദ്ധിയാക്കൽ അള്ളാഹുവിന്റെ ചര്യയിൽപ്പെട്ടതാണ്. മാത്രമല്ല, ആ കനം എന്നത് മജാസിയായ ഒരു പ്രയോഗം മാത്രമല്ല. മജാസി എന്ന് പറഞ്ഞാൽ എന്താ? ആലങ്കാരികം എന്ന് പറയും. അത് അള്ളാഹ് ആലങ്കാരികം പറഞ്ഞ അല്ല, ആലങ്കാരികമല്ല, അത് ഫിസിക്കലിയായി തന്നെ കനമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല റസൂലുള്ളാഹിയുടെ കൂടെ ഇരുന്ന സ്വഹാബത്തിനും മൃഗങ്ങൾക്കും പോലും മനസ്സിലായിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ
കാലിൻ്റെ തുടമ്പൽ റസൂലുള്ളാഹിന്റെ കാല് കയറ്റി വെച്ചു. നമ്മളങ്ങനെയുള്ള സുഹൃത്തുക്കൾ ഇരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. കൈ കുത്തും, കാല് മടിയിൽ തല വെക്കും, അതുപോലെ കാല് കയറ്റി വെച്ച്. ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വരുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ കാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കാലിന് അടിയിലാണ്. വഹി ഇറങ്ങുന്ന ഈ സന്ദർഭത്തിൽ ആ വഹിയുടെ ഭാരം കൊണ്ട് എൻ്റെ കാല് പൊടിഞ്ഞ് നുറുങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്ര വേദനയുണ്ടായി, അത്ര ഭാരമുണ്ടായി. അപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം കൊണ്ട് 6600 ചില്ലാനം ആയത്തുകൾ ആ ശരീരത്തിൽ, ആ തലയിൽ ഏറ്റുവാങ്ങിയില്ലേ സഹോദരങ്ങൾ. സ്വഹാബി പറയാണ്, കാല് കെട്ട് അമർന്നു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാല് വെച്ചിട്ടുള്ളൂ വഹി ഇറങ്ങുന്ന സമയത്ത്. അപ്പം എന്താണ്? ഖുർആൻ കലാമിൻ്റെ പവറാണ്. ഇതുപോലെ തന്നെ മറ്റൊരു സന്ദർഭത്തിൽ സൂറത്തുൽ മാഇദയിലെ ഒരു വചനം അവതരിപ്പിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിൻ്റെ മുകളിലായിരുന്നു. ആ വഹീൻ്റെ ഭാരം കൊണ്ട് ആ ഒട്ടകം മുട്ടുകുത്തിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഒരു ഒട്ടകമൊക്കെ മുട്ടുകുത്തണമെങ്കിൽ എത്ര ഭാരം ചുമക്കണം? അപ്പൊ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇത് നമ്മൾ വളരെ അത്ഭുതത്തിലാണ് കാണുന്നത്. മുഅ്ജിസത്തായ ഖുർആൻ, ഇന്നും വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ, ആ ഖുർആന്റെ അനുയായികളാണ് നമ്മൾ. അതുകൊണ്ട് ഈ ഹൃദയം കീറി ഈ ആത്മാവിനെ ശുദ്ധീകരിച്ചതിൻ്റെ കാരണം, ഹല്ലു ശൈത്താൻ എന്ന കറുത്ത വസ്തു അതിന് ഒഴിവാക്കിയതിൻ്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആമിന ബിവിയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. ഈ സന്ദർഭത്തിൽ ആമിന പറഞ്ഞ അത്ഭുതങ്ങൾ അത് തഫ്സീറിൽ വന്നിട്ടുണ്ട്, സ്വീകാര്യമായ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ചില അത്ഭുതങ്ങൾ നമുക്കൊരിക്കലും അന്ധവിശ്വാസമാണ്, ഖുറാഫാത്താണെന്ന് പറയണ്ട. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്ര ഗ്രന്ഥങ്ങളിലില്ലാത്ത പിൽക്കാലത്ത് ചില സൂഫികളും അതുപോലെ തന്നെ ചില ഷിയാക്കളും അതുപോലെ തന്നെ ചില അന്ധവിശ്വാസികളുമൊക്കെ ലോകത്ത് പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു പരത്താറുണ്ട്. അത് റബീഉൽ അവ്വൽ ആഘോഷം കൊണ്ടാടുന്ന നമ്മുടെ നാട്ടിലുള്ള ഉസ്താദന്മാർ, ആ ഉസ്താദന്മാർ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ആ റബീഉൽ അവ്വൽ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുബഹി നമസ്കാരത്തിന് മുമ്പ് തന്നെ റബീഉൽ അവ്വൽ 12-ന് ഒരു 3 മണിക്ക് തന്നെ പള്ളിയിൽ ഒരുമിച്ച് കൂടും, അല്ലേ? അതിൽ പങ്കെടുത്ത് ആദർശം മനസ്സിലാക്കി മാറിയ ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവും, അതല്ലാത്ത ആളുകളുണ്ടാവും. അവർക്കറിയാം 3-3:30 മണിക്ക് എന്ത് ചെയ്യും, ചെല്ലുക. എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസവിച്ച കറക്റ്റ് സമയത്താണ്. കേട്ടാ തോന്നും ഇവരാണ് പേറ്റിച്ച് പണിയെടുക്കാൻ പോയത്. നബിയിൽ പ്രസവിച്ച കറക്റ്റ് ടൈം ആ ടൈം ആണ്. എന്നാൽ ആ ടൈമിന് ഇവർ പള്ളിയിൽ ഇരുന്നിട്ട് മൗലിദല്ല. ഈ മൗലിദിൽ പറയുന്ന കള്ളക്കഥല്ല, ഇത് റസൂലിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതമേ അല്ല. എന്താണത്? സുബഹ കാലത്ത് ഷറഫുലനാ മൗലിദ്, അതിൽ പറഞ്ഞ കാണാം. വറുവിയ പറയപ്പെട്ടിട്ടുണ്ട്, കേൾവിപ്പെട്ടിട്ടുണ്ട്, അന്നഹു കാല കുൽതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുഹമ്മദ് നബി പറഞ്ഞു എന്നും പറഞ്ഞ് റസൂലുള്ളാഹിന്റെ പേരിലും അള്ളാഹിന്റെ പേരിലും വലിയൊരു നുണ പറയാൻ പോവാണ്. ഒരിക്കലും റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല ഇത്. എന്താ പറയുന്നത്? കേട്ടോളൂ. കുൽതു നൂറൻ ബൈന യദയില്ലാഹി അസ്സ വജല്ല ഖബ്ല അൻ യഖ്ലുക ആദമ അൽഫ യാമിൻ യുസബ്ബിഹുല്ലാഹു ദാലിക്കൻ നൂർ. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ പ്രകാശം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ആദം നബിയാണ് ഒന്നാമത്തെ മനുഷ്യൻ. ആ പിതാവ് ഭൂമിയിലേക്ക് വരുന്നതിന് 2000 കൊല്ലം മുമ്പ് റസൂലുള്ളാഹിന്റെ പ്രകാശം അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? സ്വഹീഹ് ഹദീസിൽ എവിടെയെങ്കിലും ഉണ്ടോ? സ്വീകാര്യമായ സനദോട് കൂടിയുള്ള സീറയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് ഈ മൗലിദ് കിതാബിൽ അടിച്ചുവിട്ട കളവാണ്. ഇനി മാത്രമല്ല, പിന്നെ പറയുകയാണെന്ന് മലക്കുകളുടെ കൂടെ അള്ളാഹനെ തസ്ബീഹ് ചെയ്തുകൊണ്ട് ആ പ്രകാശം അങ്ങനെ 2000 കൊല്ലം ജീവിച്ചു. ഇബ്ലീസ് മലക്കുകളുടെ കൂടെ ജീവിച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആകാശലോകത്ത് ആദം അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്യുന്നവരെ ഇബ്ലീസിന് അവിടെ എന്തെങ്കിലും പെർമിറ്റിൻ്റെ അലോട്ടുണ്ട്. പിന്നെ അവിടുന്ന് പുറത്താക്കിയ സംഭവം പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ പ്രകാശക്കഥ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രകാശം എവിടുക്കാൻ വരുന്നത് എങ്ങനെ നോക്കിക്കോളി. അടുത്ത പറയാൻ പിന്നെ പറയുകയാണെന്ത്? ഫലമ്മ ഖൽഖല്ലാഹു തആല ആദം അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചപ്പോൾ
ആ പ്രകാശം ഈ മണ്ണിന്റെ കൂടെ അള്ള കൂട്ടിക്കൊയച്ചു. സൃഷ്ടിച്ച പ്രകാശം ആദനബിനെ സൃഷ്ടിക്കുന്ന മണ്ണിൽ അള്ളാഹു തആല കൂട്ടിക്കൊയച്ചു. അങ്ങനെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലൂടെ മുഹമ്മദ് നബിയെ ആദ്യം തന്നെ അള്ള ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഫലമ്മ പിന്നെ പറയാണത് ആദം നബിയുടെ മുതുകിലൂടെ ആ പ്രകാശം ഇങ്ങനെ കടന്നു വന്നു. പിന്നെ അത് കഴിഞ്ഞ് നൂഹ് നബിന്റെ മുതുകത്തേക്ക് ആ പ്രകാശം കൈമാറി. പിന്നെ അവിടുന്ന് പറയാണത് പിന്നെ അവിടുന്ന് പറയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ഹീന ഖുദ്ഫിയ ഫിന്നാരി വലം യസൽ അൽതഖരി മിൻ അസ്റാർ ത്വാഹിറത്തി അൽറഹാമി സകീനത്തി ഫാഖിറ. പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിലൂടെ ആ പ്രകാശം ഇങ്ങനെ കടന്നു വന്നു. ഹത്താ അഖ്റജനി അല്ലാഹു മിൻ ബൈന അബവൈഹി വലം യൽതഖിയ അലാ സിഫാഇൻ ഖത്തു. പിന്നെ അത് മാതാപിതാക്കളായ അബ്ദുള്ള ആമിയുടെ മുതുകിലൂടെ പടച്ചോൻ ഇങ്ങനെ കൊണ്ടുവന്നു ഖുറൈശികളിലേക്ക്. ഹിമാലയം നുണ, പച്ചക്കളവ്. ഇതാണ് പള്ളിൻ്റെ ഉള്ളിൽ കുന്തിരിക്കം പുകപ്പിച്ച് ഒരുപാട് കുന്തിരിക്കം പുകപ്പിച്ച് ഊതുപത്തി കത്തിച്ച് വെച്ച് ബിസ്മിൻ ചൊല്ലി തടയേണ്ട മുകളിൽ തുണി വിരിച്ച് മൗലിദ് കിതാബ് എന്ന് പറഞ്ഞ് ചൊല്ലണ കളവ്, പള്ളിൻ്റെ ഉള്ളിൽ വൃത്തികേട്. എന്തിനായി മതിലെന്ന് പറഞ്ഞാൽ ഈ കള്ളക്കഥയിലെ കൂലിട്ടോ ഇല്ല. അപ്പോൾ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉള്ളത് പറയാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, കഴിഞ്ഞില്ല. പിന്നെ ഇതേപോലെ തന്നെ പ്രസവ സമയത്തുണ്ടായ ചില കറാമത്ത് പറയുന്നത് നോക്കൂ നിങ്ങൾ. ആർക്ക്? ആമിന ബീവിക്ക്. ആമിന ബീവിൻ്റെ കറാമത്ത് കാലത്ത് ഹലീമ പറയുകയാണ് അങ്ങനെ ആമിന ബീവി പ്രസവിച്ച സമയത്ത് കുട്ടിയിലെടുത്തിട്ട് ഹലീമ ബീവി എന്ത് ചെയ്തു? കഅബാലയത്തിൻ്റെ മുന്നിലേക്ക് എത്തി. അബൂ താലിബ് കൊണ്ടുപോയതും പാട്ട് പാടിയതൊക്കെ നമ്മൾ ചരിത്രത്തിൽ കഴിഞ്ഞാൽ കുതുബയിൽ പറഞ്ഞു. പക്ഷേ ഹലീമ ബീവി കൊണ്ടുപോയിട്ട് കഅബാലയത്തിന് മുന്നിൽ എത്തിയപ്പോൾ അസ്ലാമുകളുടെ മുമ്പിലെത്തിയ വിഗ്രഹങ്ങളുണ്ടല്ലോ അന്ന് കഅബാലയത്തിൽ, അതിന് മുമ്പിലെത്തിയപ്പോൾ ഹുബലി എന്ന് പറഞ്ഞ ഒരു വലിയ ബിംബുണ്ട്, അതൊന്നായിട്ട് മൂക്കുത്തി താഴത്തേക്ക് വീണ് നബിനെ കണ്ടപ്പോൾ. കാരണം കാര്യപ്പെട്ട ആളെല്ലാം വരുന്നത് കുറച്ച് കാലം കഴിഞ്ഞാലൊക്കെ തച്ച് പൊളിച്ച് അള്ളാഹിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന ദൗത്യവുമായി വരാൻ പോണ ആളെന്ന് കണ്ടപ്പോൾ തന്നെ ഹുബലിൻ്റെ ഹുസൈൻ്റെ ഒക്കെ കാലുമുട്ട് പറിച്ച് ബിംബത്തിന് കേൾവിയുണ്ടോ, ബിംബത്തിന് കാഴ്ച ഉണ്ടോ, ബിംബത്തിന് പ്രതികരണശേഷി ഉണ്ടോ, ഇതൊന്നും ചിന്തിക്കൂല ആര്? ഈ മൗലിദ് സദസ്സിലിരിക്കണ സാധാരണക്കാരൻ. ചിന്തിച്ചാൽ അപ്പോ വഹാബി ചിന്തിക്കാൻ പാടില്ല. ചിന്തിച്ച് ഇങ്ങനെ ചോദിച്ചാൽ ഉസ്താദ് ഇങ്ങനെയുള്ള ഈ മൗലിദ് കിതാബിൽ ഈ ഹുബലിൻ്റെ റേസ് വീണെന്ന് പറഞ്ഞാൽ ഓൻ്റെ തല വീണ് രാത്തൻ്റെ തല വീണെന്നൊക്കെ പറഞ്ഞാൽ ഓർക്ക് കേൾവി കാഴ്ചയുള്ളത് കല്ലല്ലേ എന്ന് ചോദിച്ചാൽ വഹാബിയ ഉണ്ടാവണമെന്ന് പറയും. അപ്പം ചിന്തിക്കാനേ പാടില്ല, മുണുങ്ങിത്തരിക, അത് മുണുങ്ങന്നെ. ഇതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഇതിനാണ് ഖുറാഫാത്ത് എന്ന് പറയാം. ഖുറാഫാത്ത് പറഞ്ഞാൽ പണ്ടതും കേട്ടതും വിശ്വസിക്കാന്നാ. ഓൻ്റെ പേരാണ് ഖുറാഫി. ഖുറാഫി എന്നൊരു ചീത്ത പേരല്ല, അന്ധവിശ്വാസം കണ്ടതും കേട്ടത് പിൻപറ്റുകൊണ്ട് പേരാണ്. നമ്മൾ തലച്ചോറ് അല്ലാഹു തആല വർക്ക് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും കൊടുക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ. പിന്നെ അലീമയെ പറ്റി പറയുകയാണെന്ന് അജറുൽ അസ്വദ്, ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. അജറുൽ അസ്വദിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഫഖറജ ഹജറഹു മിൻ മക്കാനിഹി ഹത്താ യൽതസിക ഫി വജ്ഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറെ അത്ഭുതം. അജറുൽ അസ്വദിൻ്റെ അടുത്ത് കളിച്ച് അന്നപ്പോത്തിന് അജറുൽ അസ്വദ് പറഞ്ഞു, കാര്യപ്പെട്ട ആളാ വരില്ലേ, ഞാൻ അങ്ങോട്ട് വന്നോളാം, നിങ്ങൾ ഇങ്ങോട്ട് വരണ നബിയെ. അവിടുന്ന് അജറുൽ അസ്വദ് ഇങ്ങോട്ട് നടന്നു വന്ന് റസൂലുള്ളാഹിന്റെ മുഖത്ത് ഉമ്മച്ചിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കണം. ഇങ്ങനത്തെ ഹിമാലയൻ ബ്ലണ്ടറുകൾ പറയാം. ഇതാണ് ഈ തരത്തിലുള്ള കഥകൾ. കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണെന്ത്? ആമിന ബീവി പ്രസവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രസവവേദന എടുത്ത സമയത്ത് അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? പ്രസവവേദന എടുത്ത സമയത്ത് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ കാര്യപ്പെട്ട ആളൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നാണ്. നോക്കൂ, ഫലം ഇഷ്ടത്ത് ബിഹാ തൽക്കു നിഫാസി വലം യഅലം ബിഹാ അഹദും മിനന്നാസി ബസസത് അഖുഫ് ശഹ്വാഹാ ഇലാ മൻ യഅലമു സിർറഹാ വനജ്വാഹാ. മൗലിദ് കിതാബ് പറയാണ്, മാതാവ് ആമിനാക്ക് പ്രസവവേദന കഠിനമായപ്പോൾ ഒരു മനുഷ്യനും ആ വേദന അറിഞ്ഞില്ല. അത് ശരിയാണ്, സ്വന്തം അറിയുള്ളൂ, വേറാക്കോ പങ്കുവെക്കാൻ പറ്റൂല. ആ സമയത്ത് നീ പേരെടുക്കാൻ വരുന്ന ആൾക്കാരാരാ നോക്കിക്കോളി. കുട്ടീനെ എടുക്കാൻ വരുന്ന ആരാരും ആസിയ ബീവി. ആമിനാബിൻ്റെ അടുത്ത് വന്നു ആസിയ വ മറിയമത്ത് ഇബ്നു ഇമ്രാൻ. നമുക്കറിയാം ആസിയ ബീവി ആരാ? പിന്നെ ഫിറാവിൻ്റെ ഭാര്യ
പിന്നെ വന്നത് ആരാ? മറിയമത്ത് ഇബ്നു ഇമ്രാൻ, ഇമ്രാൻ്റെ ഭാര്യ മറിയം ബീവി, അല്ല പിന്നെ മറിയം ഇബ്നു ഇമ്രാൻ, അതായത് പിന്നെ ഇമ്രാൻ അള്ളാഹുവിൻ്റെ മകൾ മറിയം അലൈഹിസ്സലാം, മറിയം ബീവി ഈസാ നബിൻ്റെ അമ്മ. പിന്നെ വന്നതോ ജമാഅത്തും മിൻ ഹൂരിൽ ലിസാൻ, സ്വർഗത്തിലെ ഊർലിങ്ങളൊക്കെ വന്നു. അപ്പോൾ ഊർലിങ്ങളും ആസിയ ബീവി, മറിയം ബീവി, ഈ പെണ്ണുങ്ങളാണ് ആമിന ബീവിൻ്റെ പേരെടുക്കാൻ വന്നത്. മൗലിദ് കിതാബിലെ കഥയാണ്. ഇത് വിശ്വസിക്കണം നമ്മൾ? വേണ്ട. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിലും അതേപോലെ തന്നെ ജനനശേഷവും പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിൽ നമുക്ക് ആർക്കും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ തടസ്സമില്ല, തർക്കമില്ല. പക്ഷെ ഉള്ളതേ നമ്മൾ പറയാവൂ. ഇല്ലാത്തത് വിശ്വസിക്കരുത്. ഇല്ലാത്തത് നമ്മൾ ഒരിക്കലും തന്നെ വിശ്വസിക്കരുത്. കാരണം ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان مسؤولا. അറിവില്ലാത്തൊരു വിഷയത്തിന്റെ പിന്നാലെ അന്തർനടിച്ച് നിങ്ങൾ പോകരുത്. ഖുർആൻ പറയാൻ നിങ്ങളുടെ കേൾവി, നിങ്ങളുടെ കാഴ്ച, നിങ്ങളുടെ ഹൃദയം മൂന്നും അള്ളാഹിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ എന്ത് കേട്ടു, എന്ത് പഠിച്ചു, എന്തൊക്കെ പിൻപറ്റി, അതാവും ഖുർആൻ ഹദീസും പഠിക്കുക, അതിലെ ചരിത്രങ്ങൾ പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അല്ലാതെ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകരുത്. നമ്മുടെ കുടുംബത്തിൽ നമ്മളത് പറഞ്ഞ് ഗൗരവത്തിൽ മനസ്സിലാക്കി കൊടുക്കണമെന്ന് ഈ ഖുതുബയിലൂടെ എന്നോടുള്ള പോലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് നമ്മൾ മടങ്ങുക. 6-ാമത്തെ വയസ്സിൽ ആമിന മുഹമ്മദ് നബിയെ കൊണ്ട് യസ്രിബിലേക്ക് മദീനയിലേക്ക് മടങ്ങി. മദീനയിലേക്ക് മടങ്ങിയ ശേഷം ആമിന ബി മരണപ്പെട്ടു. എത്രാമത്തെ വയസ്സിൽ? മുഹമ്മദ് നബിക്ക് 6-ാമത്തെ വയസ്സുണ്ടായി. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ വാപ്പയെ കാണാൻ പറ്റിയില്ല, മരണപ്പെട്ടു പോയി പിതാവ്. ഉമ്മ 6 വയസ്സായപ്പോഴേക്കും ഉമ്മി മരണപ്പെട്ടു പോയി. പിന്നീട് ഉമ്മു ഐമൻ എന്ന മുലകുടി ബന്ധമുള്ള ഉമ്മു ഐമൻ ഉണ്ട്. അരിമയെപ്പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുല കൊടുത്തിരുന്ന മറ്റൊരു ഉമ്മയാണ് ഉമ്മു ഐമൻ. ഉമ്മു ഐമൻ എന്ത് ചെയ്തു? വീണ്ടും യസ്രിബിൽ നിന്ന്, മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലേക്ക് തന്നെ മുഹമ്മദ് നബിയുമായി തിരിച്ചു വന്ന. കാരണം മുഹമ്മദ് നബിയുടെ കുടുംബക്കാർ മക്കത്താണുള്ളത്. ഉമ്മ മരിച്ചോടുകൂടി അവിടുത്തെ കാര്യം കഴിഞ്ഞുപോയി. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഖബർ സന്ദർശിക്കാൻ പോയി. ഉമ്മാൻ്റെ ഖബർ സന്ദർശിക്കാൻ പോയി. ഇനി നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ പറയാം. നമുക്കത് കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും, പക്ഷേ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണ്. 2-ാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അതാണ് ഇമാം നബവിയുടെ മുഖ്തസറുൽ മുസ്ലിം എന്ന് പറയുന്ന ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥം. ആ ഇമാം മുസ്ലിമിൻ്റെ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ച ഇമാം നബവിയുടെ ഒരു ഗ്രന്ഥമാണ് ഷറഹുൽ മുസ്ലിം. ഷറഹ് മുസ്ലിം. ആ ഷറഹ് മുസ്ലിമിൽ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാൻ്റെ ഖബർ സന്ദർശിക്കാൻ അള്ളാഹിന്റെ അനുവാദം ചോദിച്ചു. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇദല്ലി അൻ അസാറ ഖബരി ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ഖബർ സന്ദർശിക്കാൻ അള്ളാഹിനോട് അനുവാദം ചോദിച്ചു. ആ സമയത്ത് ഫഅസ്തഅദൻതു, എനിക്ക് അള്ളാഹു അനുവാദം തന്നു ഉമ്മാൻ്റെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഫഅദനലി വറദ്ദതു അന്നി അസ്തഗ്ഫർതു ലഹാ ഫലൻ യുഅദലി. ഖബർ സന്ദർശിച്ച സമയത്ത് ഞാൻ അള്ളാഹിനോട് ചോദിച്ചു, ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി പാപമോചനം തേടത്തെ അള്ളാ. ആ സമയത്ത് ഫലം യഅദലി, അള്ളാഹ് എനിക്കതിന് അവസരം തന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഷ്റഫുൽ ഖൽഖ് എന്ന പവിത്രമായ സൃഷ്ടിപ്പിന്റെ ഉടമസ്ഥനായ റബ്ബ്, ആ ഗർഭാശയത്തിൽ സൃഷ്ടിച്ച വ്യക്തി ആരാ? അള്ളാഹ് ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ ഗർഭം ധരിക്കാൻ ഭാഗ്യം ലഭിച്ച അലീമ ബീവിയുടെ ഉമ്മയായ അലീമ ബീവിക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ അനുവാദം അള്ളാഹ് കൊടുത്തില്ല. ഇതിൻ്റെ കാരണം ഇമാം നബവി തങ്ങൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞാലേ കുറ്റുള്ളൂ. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ മക്കൾക്ക് അനുവാദമില്ല. ശിർക്കിന് പറഞ്ഞാൽ അത്ര വലിയ ഗൗരവമുള്ള പാപമാണ്. അപ്പോൾ ജാഹിലിയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടുന്നതിന് മുമ്പേ അവിടെ മില്ലത്ത് ഇബ്രാഹിം എന്ന പാത സ്വീകരിച്ച കൂട്ടത്തിൽ അലീമ ബീവിയും അബ്ദുള്ളയും പെട്ടിട്ടില്ല. ഒരുപാട് ശിർക്ക് ചെയ്ത മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ശിർക്കൻ വിശ്വാസം ജീവിതത്തിൽ പേറിക്കൊണ്ടാണ് ഉമ്മ മരണപ്പെട്ടു പോയത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സന്ദർശിച്ചപ്പോൾ അനുവാദം കൊടുത്തില്ല എന്നാണ്. സന്ദർശിക്കാൻ അനുവാദം കൊടുത്തു, ദുആ ചെയ്യാൻ അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ പറ്റിയും ഭാര്യമാരെ പറ്റിയും ഒന്ന് ചിന്തിക്കുക. അവർ മരണപ്പെട്ടു പോകുന്ന ശിർക്കിലാണെങ്കിൽ
അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കാൻ പറ്റില്ല എന്നതാണ് അഹ്ലുസുന്നയുടെ ഇജ്മാഅ്. ഷിർക്കിലാണ് മരണപ്പെട്ടെന്ന് ഉറപ്പിച്ചാൽ. ഇത് വഹിയുള്ളതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരു നമുക്ക് ആരെ ഹൃദയം അറിയില്ല, അതുകൊണ്ട് നമുക്കൊക്കെ നിസ്കരിക്കാം. പക്ഷേ വ്യക്തമായി ഷിർക്കിലാണ് മരണപ്പെട്ടതെന്ന് ഒരു മകൻ ഉമ്മാനെ പറ്റി അറിഞ്ഞാൽ ആ മോനക്ക് അനുവാദമല്ല. മറ്റുള്ളവർ നിസ്കരിച്ച് പോയിക്കോട്ടെ, മോനക്ക് നിസ്കരിക്കാൻ പറ്റില്ല. 100% ഉറപ്പായിട്ടാണ്. എന്നാലും മരിക്കുന്ന സമയത്ത് വിദേശിയേക്കാ കാക്കളെ പതിനീങ്ങളെ ഉയർക്കന്മാരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആണ് കണ്ണടക്കണമെങ്കിൽ പറ്റൂല തന്നെ. എന്നാൽ അറിയില്ലെങ്കിലോ, അറിയാത്തതുകൊണ്ട് എല്ലാവർക്കും നമസ്കരിക്കാം, അത്രേ ഉള്ളൂ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഹമ്മാദ് ബിൻ സാലിം റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം ഖത്താദയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഒരിക്കൽ ഒരാൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്ന അബി, എൻ്റെ വാപ്പ എവിടെയാണ് നബിയെ? അപ്പോൾ പറഞ്ഞു, അൻത അബീക ഫിന്നാർ, തങ്ങളുടെ വാപ്പ നരകത്തിലാണ്. ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി കരഞ്ഞുകൊണ്ട് തിരിച്ചുപോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വഹീന്റെ അടിസ്ഥാനത്തിലാണ്, വഹീല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊട്ടിക്കൊണ്ട് ആ സ്വഹാബിയെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, താൽ അബീ വ അബാക ഫിന്നാർ, എൻ്റെ വാപ്പയും എൻ്റെ വാപ്പയും നരകത്തിലാണ്. മുഅ്മിനീങ്ങളെ, നമുക്ക് വേദനയുണ്ട് പറയുമ്പോൾ, ഖേദമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഷിർക്കിൻ്റെ ഗൗരവം അത്രയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി നമുക്ക് പോലും സ്വന്തം പിതാവിനെ നാളെ മഹ്ശറിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇബ്രാഹിം നബിക്ക് തൻ്റെ വാപ്പ ആസറിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? നൂഹ് നബിക്ക് തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ലൂത്ത് നബിക്ക് തൻ്റെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. എങ്കിൽ തൗഹീദ് എന്ന ആദർശത്തിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ മാത്രം ജീവിതത്തിൽ ബലമേൽപ്പിക്കുക, അവരോട് മാത്രം ദുആ ചെയ്യുക, ഒരു പങ്കാളികളും വെക്കരുത്. ശിർക്ക് ജീവിതത്തിലുണ്ടോ? ഒരു രക്ഷയുമില്ല. അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കുടുംബസമേതം തൗഹീദിൻ്റെ ധവജവാഹകരായി ജീവിച്ച് ഒരുമിച്ച് തൗഹീദിൽ മരണപ്പെട്ടു പോകാൻ, ശിർക്ക് കലാത്ത വിശ്വാസമായി റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്കൊക്കെയും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. اتقوا الله عباد الله اوصيكم واياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമാവലികൾ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് പരസ്പരം ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നീട് അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. വല്യാപ്പ, പാപ്പ പോയി, ഉമ്മ പോയി, പിന്നെ വല്യാപ്പയാണ് അബ്ദുൽ മുത്തലിബാണ് സംരക്ഷിക്കുന്നത്. സയ്യിദ് ഖുറൈശ് എന്നായിരുന്നു അബ്ദുൽ മുത്തലിബിൻ്റെ സ്ഥാനപ്പേര്. ഖുറൈശികളുടെ സയ്യിദ്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ വലിയ തറവാടികളുണ്ടാവും, അതുപോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ കഅബാലയത്തിൽ പ്രത്യേകം ഒരു ഇരിപ്പിടം ആർക്കുണ്ടായിരുന്നു? അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നു. ആ ഇരിപ്പിടത്തിൽ വന്നിട്ട് ആരും ഇരിക്കൂല എന്ന് മാത്രമല്ല, ഒരു കുട്ടികളും അതിൻ്റെ പരിസരത്ത് വന്ന് പോയി കളിക്ക പോലുമില്ല, അത്ര പേടിയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇരിക്കുന്നു മാത്രമല്ല, അബ്ദുൽ മുത്തലിബിൻ്റെ തോളിൽ കൈയിട്ടും അവിടെ ചാടിയും മറിഞ്ഞും ആ പരിസരത്തൊക്കെ കളിക്കും. അബ്ദുൽ മുത്തലിബ് ഒന്നും പറയാറുണ്ടായിരുന്നില്ല എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ദഅബനി വല്ലാഹി ഇന്നഹു ലഹു ശഅന വയംസഹു ളഹ്റഹു ബിയദിഹി. കൈകൊണ്ട് പുറത്ത് തട്ടി അബ്ദുൽ മുത്തലിബ് ആ കുട്ടിയെ സ്നേഹിക്കുമായിരുന്നു. അങ്ങനെ കളിയും ചിരിയുമൊക്കെയായി അബ്ദുൽ മുത്തലിബിൻ്റെ കീഴിൽ അങ്ങനെ 6 വയസ്സിന് ശേഷം നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുകയാണ്. ഫലമ്മ ബലഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 8 സിനീന ഖലഖ ജദ്ദഹു അബ്ദുൽ മുത്തലിബ്. ഇബ്നു ഹാഷിം പറയുകയാണ്, ഏകദേശം 8 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും, 8 വയസ്സ് 2 മാസവും ആയപ്പോഴേക്കും തൻ്റെ സംരക്ഷകനായ അബ്ദുൽ മുത്തലിബ് മരിച്ചു. നമ്മളൊന്ന് ആലോചിക്കുക, അല്ലാഹു റസൂലിനെക്കാളും ജീവിതത്തിൽ വിഷമം സഹിച്ച, കഷ്ടപ്പാടും പരീക്ഷകളും സഹിച്ച ലോകത്ത് ഒരു സൃഷ്ടിയും വേറില്ല. നമ്മളൊക്കെ പല പ്രാരാബ്ദം വരുമ്പോഴേക്കും ഞാനൊക്കെയാണ് എല്ലാം വലിയ പരീക്ഷ. അല്ല, ഹബീബിനെ പോലെ പരീക്ഷിക്കപ്പെട്ട ആരുമില്ല ലോകത്ത്.
അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് മുസീബത്ത് വന്നാലും നിങ്ങൾ എൻ്റെ ജീവിതം ആലോചിക്കുമെന്നാണ് പറഞ്ഞത്. അതിനാ ചരിത്രം പഠിക്കണം എന്ന് പറഞ്ഞത്. അതിനാ നമ്മൾ ചരിത്രം പഠിക്കേണ്ടത്. നിസ്കാരം, സുന്നത്ത് നിസ്കാരം, അതേപോലെ തന്നെ ഹജ്ജും സക്കാത്തും മാത്രം പഠിച്ചാൽ പോരാ. സീറത്തുൻ നബവിയ്യ എന്ന വിഷയം നമ്മൾ പഠിക്കൽ നിർബന്ധമാണ്. 8 വയസ്സും 2 മാസമായപ്പോഴേക്കും അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. വഅസാ അബൂ താലിബ് ബി ഹിഫ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ താലിബ് മരിക്കുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം ബുദ്ധിമുട്ടായ സമയത്ത് തന്നെ ആ സംരക്ഷണ ചുമതല പിന്നീട് എന്ത് ചെയ്തു? അബ്ദുൽ മുത്തലിബിലേക്ക് ഏൽപ്പിച്ചു. കാരണം അബ്ദുൽ മുത്തലിബാണ് ആ കുടുംബത്തിൽ കുറച്ച് നല്ല സ്നേഹവും കരുണയും പക്വതയും കാഴ്ചപ്പാടുള്ള ആൾ. അബൂലഹബും പല ആൾക്കാരും ഉണ്ട് അവിടെ, അബൂജഹലൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പറ്റൂല. അങ്ങനെ അബ്ദുൽ മുത്തലിബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. നല്ല വ്യക്തിയായതുകൊണ്ട് അങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, അൽഖൈതു അലൈക മഹബ്ബതി അൽഖൈതു അലൈക മഹബ്ബതൻ മിന്നീ. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റം കരുണ അല്ലാഹു തആല എന്ത് ചെയ്തു? അവരിൽ ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്തു? അബൂ താലിബ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചു എന്നാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഏൽപ്പിച്ച ആ ചുമതല അബൂ താലിബ് ഏറ്റെടുത്തു. അവരുടെ മനസ്സിൽ മുഹമ്മദ് നബിയോട് വളരെയധികം പ്രത്യേകം വാത്സല്യമുണ്ടായി എന്നാണ്. അങ്ങനെ വളരെയധികം കഷ്ടപ്പാടുള്ള കാലഘട്ടമാണ്, പട്ടിണി നിറഞ്ഞ കാലഘട്ടമാണ്. അങ്ങനെ ആ ഒരു അനാഥത്വത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വളരെയധികം പ്രയാസം നിറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെന്താ? ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ പോവുകയാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ശേഷിയും സുഖോൽപമായ ജീവിതവും ഉണ്ടെങ്കിൽ കഷ്ടപ്പാട് സഹിക്കാൻ കഴിയുമോ? നമ്മളെ മക്കളിൽ നിന്ന് നോക്കിയിട്ട് കഷ്ടപ്പാടിലൂടെ ജീവിച്ച കുട്ടികൾക്ക് ഒരു സ്വയം പര്യാപ്തതയും ഒരു മനക്കരുത്തും സ്വന്തമായിട്ടൊരു ബുദ്ധിമുട്ടൊരു കാഴ്ചപ്പാടുണ്ട്. എന്നാൽ സുഖലോൽപതയിൽ ജീവിച്ച മക്കൾക്ക് സ്വഭാവത്തിൽ തന്നെ എന്താണ്? ഒരു പ്രത്യേക സൈസ് സ്വഭാവമാണ്. ഞാൻ കുറ്റം പറയല്ല, നമ്മളെന്ന് ചിന്തിച്ചാൽ മതി. ഈ സൗകര്യങ്ങൾ, ആധുനിക സൗകര്യങ്ങൾ വർദ്ധിച്ചു വന്നതിൽ പിന്നെ നമ്മുടെ മക്കളൊക്കെ എല്ലാം പാപ്പാർ ചെയ്തു കൊടുക്കണം, അമ്മാർ ചെയ്തു കൊടുക്കണം. എന്താ? സ്വയം പര്യാപ്തതയില്ല. കാരണം പണ്ടൊക്കെ നല്ല സുഖപ്രസവങ്ങളായിരുന്നു. സുഖപ്രസവം എന്നല്ല അതിന് പറയേണ്ടത്, വേദനയേറിയ പ്രസവം, നോർമൽ ഡെലിവറി ആയിരുന്നു. എന്നാൽ ഇന്ന് അധികമൊക്കെ സിസേറിയനാണ്. അതുകൊണ്ട് തന്നെ സിസേറിയനിലൂടെ എളുപ്പത്തിൽ കുട്ടി പുറത്തേക്ക് വരികയാണ്. വേദനയൊക്കെ സഹിക്കണം അമ്മയാണ്. കുട്ടി തിക്കി തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഓനൊരു പാത്രത്തിൽ എടുത്തേക്കുകയാണ്. എന്നാൽ പണ്ട് അങ്ങനല്ല. പണ്ട് നല്ല കയ്യും കാലം കുത്തി ഇളക്കി ചവിട്ടി ഇളക്കി ഓൻ തന്നെ എന്ത് വേണം? കുറച്ച് ഇടങ്ങേറായിട്ടാണ് വരുമ്പോൾ തന്നെ ഓൻ ഇടങ്ങേറാകുകയാണ്. അപ്പോൾ പിന്നെ ഓർക്ക് ജീവിതത്തിൽ ഇടങ്ങേറാകാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. മറ്റതങ്ങനെയല്ല, മറ്റേ വയറ് കയറി കഴിഞ്ഞിട്ട് പാത്രത്തിൽ എടുത്തേക്കുകയാണ്, വളരെ എളുപ്പത്തിലാണ്. അതുകൊണ്ട് അവർക്ക് ഇടങ്ങേറാകാൻ കഴിയില്ല. ഒരു രസകരമായൊരു കഥ ഞാൻ വായിച്ചു. അതൊരു കോമഡി ആയിട്ട് പറയണ്ട. ഒരാൾ എഴുതിയൊരു കഥയിൽ കാണാം, 5 സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാണ്. 6-7 വയസ്സുള്ള പ്രായമുള്ള കുട്ടികളാണ്. അങ്ങനെ കുട്ടികൾ പോകുന്ന സമയത്ത് പേപ്പട്ടി കടിക്കാൻ വേണ്ടി ഓടി വന്ന സന്ദർഭത്തിൽ 2 കുട്ടികൾ ടെക്കിന് മരത്തുമ്പോൾ കയറി, 3 കുട്ടികൾ നിന്നിങ്ങനെ കാര്യമുണ്ട്. ഈ കഥ എഴുതിയ ആൾ പറയണ 2 കുട്ടികൾ നോർമൽ പ്രസവത്തിൽ ഉണ്ടായതാണ്, മറ്റത് 3 ഓപ്പറേഷനാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് എടുത്തു ചാടി കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള യാതൊരു പ്രകൃതശേഷിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു സ്കൂൾക്ക് പോകണമെങ്കിൽ വരെ എൻ്റെ സോക്സ് എവിടെ, എൻ്റെ ബെൽറ്റ് എവിടെ, എൻ്റെ ബുക്ക് എവിടെ, എൻ്റെ ജോമെട്രിയുടെ ഭക്ഷണം എല്ലാം ഒരുക്കി കൊടുക്കണം. സ്വന്തമായിട്ട് എന്തെങ്കിലും ടൈം ടേബിൾ വരെ എടുത്തു കൊടുക്കണം. ഒപ്പിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കളവാണ്. നമ്മൾ ഓരോരുത്തരുടെ വീട്ടിലും ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി. അപ്പോൾ ഈ കാലഘട്ടം സുഖലോൽപമായൊരു കാലഘട്ടത്തിൽ ഇന്ന് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ജീവിത രീതിയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലഘട്ടം സഹിക്കാനുള്ളതാണ്. ഇതിനു വേണ്ടി അല്ലാഹു തആല ആ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാകപ്പെടുത്തി കൊണ്ടുവരികയാണ്. അതുകൊണ്ടാണ് ദാരിദ്ര്യത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ സ്വന്തം മക്കളെക്കാൾ അബൂ താലിബ് സ്നേഹിച്ചു. അബൂ താലിബിന്റെ ഭാര്യ ഫാത്തിമ അന്ന് റളിയല്ലാഹു അൻഹയായി, അഥവാ റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ചാൽ മരണപ്പെട്ടത്. പക്ഷേ ഈ സ്നേഹിച്ച് ഇത്രത്തോളം സംരക്ഷിച്ച് പിന്നീട് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയ കാലത്തും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമുക്കറിയാം അബൂ താലിബ് സംരക്ഷിച്ച സംരക്ഷണം. മരിക്കുന്ന സമയത്തും നമ്മൾ നേരത്തെ റസൂലുള്ളാഹിന്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ കഥ പറഞ്ഞ പോലെ
ഷഹാദത്ത് കലിമ ചൊല്ലാൻ വേണ്ടി ആവശ്യപ്പെട്ടു. യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ല. ഖുറൈശികളെ പേടിച്ചു, തറവാട് പേടിച്ചു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എൻ്റെ അമ്മനാണ്. എന്താന്ന് ചോദിച്ചപ്പോൾ തീയിൻ്റെ ഒരു ജോഡി ചെരുപ്പ് അതിട്ടിട്ട് തലച്ചോറിങ്ങനെ എണ്ണ ചട്ടിയിൽ തിളക്കുന്ന പോലെ തിളച്ചു കൊണ്ടുവന്ന ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ഹിദായത്ത് കിട്ടാതെ മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അല്ലാഹു തറക്കി ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. മുഹമ്മദ് നബിയെ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് അല്ലാഹു കൊടുക്കുള്ളൂ, താങ്കൾ ആഗ്രഹിക്കുന്നവർക്ക് ഹിദായത്ത് കിട്ടൂല. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നെ ജോലിയും കച്ചവടവും ആടിന് മേക്കലും പിന്നീട് ഖദീജ റളിയല്ലാഹുമായി ബന്ധപ്പെട്ട കച്ചവട ചരക്ക് ഉണ്ടായതും അന്നത്തെ ചില അത്ഭുതങ്ങളും പിന്നീട് ഖദീജ റളിയല്ലാഹുമായുള്ള വിവാഹവും അടുത്ത ഖുതുബയിൽ നമുക്ക് പറയാം. ഹിദായത്ത് റബ്ബ് നൽകുന്നതാണ്. ആ ഹിദായത്ത് കിട്ടണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൽ ആ ദീനിനോട് നമുക്കൊരു ഹുബ്ബ് വേണം, തൗഹീദിനോട് ഹുബ്ബ് വേണം, സുന്നത്തിനോട് ഹുബ്ബ് വേണം, തിന്മകളോട് നമുക്കൊരു കൃത്യമായ ഉറപ്പ് വേണം. എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല സീറത്തുൻ നബവിയ എന്ന ചരിത്രങ്ങൾ പഠിച്ച് നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധിയാക്കി തഖ്വയുള്ളവരായി മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഷിർക്ക് എന്ന വൻ പാപത്തിൽ നിന്ന് കുടുംബസമേതം രക്ഷപ്പെട്ട് തൗഹീദിൻ്റെ മാധുര്യത്തിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമുക്ക് വേർപെട്ടു പോയി നമ്മുടെ മാതാപിതാക്കളുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ബന്ധുമിത്രാദികൾക്ക് മഅഫറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ സാമ്പത്തികവുമായ വിഷമവും അല്ലാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു വാസിലാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك غفور رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه الغفور الرحيم. وصلى الله وسلم تسليما كثيرا. أقم الصلاة. الله أكبر الله أكبر. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر لا إله إلا الله. استووا اعتدلوا تقاربوا تراصوا. الله أكبر. الحمد لله رب العالمين الرحمن الرحيم